പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസ്, അതുമായി ബന്ധപ്പെട്ടുള്ള വെളിപ്പെടുത്തലുകൾ, കേസിന്റെ അന്വേഷണം, ഇതൊക്കെ വലിയ രീതിയിൽ ചർച്ചയായിട്ടുള്ളതാണ്. ഇപ്പോഴാ കേസിൽ പ്രശ്നങ്ങളെല്ലാം ഒത്തുതീർപ്പായി രാഹുൽ പി ഗോപാലും പറവൂരിലെ പെൺകുട്ടിയും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. പല വമ്പൻ ട്വിസ്റ്റുകൾക്കുമൊടുവിലാണ് കോടതിയിൽ കേസ് ഒത്തുതീർപ്പാക്കിയത്. പന്തീരങ്കാവ് കേസിൽ എന്താണ് ഇതുവരെ സംഭവിച്ചത് എന്നുള്ളതൊന്ന് പരിശോധിക്കാം. കേരളം ഒന്നടങ്കം ചർച്ച ചെയ്ത വിഷയമായിരുന്നു പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസ്. സംഭവത്തിൽ ഇരയായ പെൺകുട്ടിക്ക് നിരുപാധികം പിന്തുണ അറിയിച്ച നിരവധി ആളുകൾ രംഗത്തെത്തി. പക്ഷേ കേസിന്റെ മുന്നോട്ടു പോക്ക് തുടക്കം മുതൽ നാടകീയമായിരുന്നു. മെയ് 5-നായിരുന്നു രാഹുൽ പി ഗോപാലും പറവൂരിലെ പെൺകുട്ടിയുമായുള്ള വിവാഹം. 9-ാം തീയതി വിവാഹാനന്തര ചടങ്ങുകൾക്കായി രാഹുലിൻ്റെ വീട്ടിലേക്ക് പെൺകുട്ടിയുടെ കുടുംബം എത്തുന്നു. അവിടെ വെച്ച് മകളുടെ മുഖത്തെയും ദേഹത്തെയും മുറിവുകൾ കണ്ട കുടുംബം ഞെട്ടി. കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ ഭർത്തൃവീട്ടിൽ നേരിടേണ്ടി വന്ന ക്രൂരതകൾ മകൾ മാതാപിതാക്കളോട് വിവരിച്ചു. തുടർന്ന് പോലീസിൽ പരാതി, കേസ് അന്വേഷണം. ഈ മുഴ അവൻ മുഷ്ടി ചുരുട്ടി ഇടിച്ചതാണ്. ആ ഇടി ഇവിടെ മാത്രമല്ല, ഈ തലയുടെ പല ഭാഗത്തും ഇങ്ങനെ മുഷ്ടി ചുരുട്ടി ഇടിച്ചു. ചാർജറിൻ്റെ ഒരു വയറുണ്ടല്ലോ, ആ വയറ് കഴുത്തി ചുറ്റി വലിച്ച് ഇവളെ കൊല്ലാനായിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ്. പിന്നീട് കുനിച്ച് നിർത്തിയിട്ട് ഇവൻ പുറത്തിടിക്കുകയാണ്. അങ്ങനെ പ്രാകൃതമായ ഒരു രൂപമാണ് എൻ്റെ മകളെ കാണാൻ. അത്രയും ക്രൂരമായിട്ട് ഇവൻ മർദ്ദിച്ചിരുന്നു എന്നുള്ളതാണ്. ഇതിനിടെ രാഹുൽ പി ഗോപാൽ രാജ്യം വിട്ടു. കേസ് അന്വേഷണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാണിച്ച് പോലീസിനെതിരെ പെൺകുട്ടിയുടെ കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. 2 പോലീസുകാർക്ക് സസ്പെൻഷൻ. പോലീസ് പ്രതിക്കൂട്ടിലായതോടെ സർക്കാർ വിഷയത്തിൽ ഇടപെട്ടു. അന്വേഷണത്തിന് പ്രത്യേക സംഘം രൂപീകരിച്ചു. കേസിന് പ്രഥമ പരിഗണന നൽകി. പക്ഷേ ഉണ്ടായത് വമ്പൻ ട്വിസ്റ്റാണ്. രാഹുലേട്ടൻ പാവമാണെന്നും ഗാർഹിക പീഡന കേസ് വെറും കഥ മാത്രമായിരുന്നെന്നും പെൺകുട്ടിയുടെ മൊഴിമാറ്റം. കാണാമറയത്തെവിടെയോ ഇരുന്ന യൂട്യൂബിൽ 3 വീഡിയോകൾ അപ്ലോഡ് ചെയ്തു. പഴി മുഴുവൻ സ്വന്തം വീട്ടുകാർക്ക്. എന്നെ വിശ്വസിക്കരുത്, ഞാൻ നുണയാണെല്ലാം പറയുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഫാമിലിയുടെ സൈഡിൽ നിന്നും വരുന്നത്. സത്യം പറയാലോ, ഞാൻ വീണ്ടും പറയുവാണ്, എന്നെ ആരും തട്ടിക്കൊണ്ടു പോവുകയോ ഭീഷണിപ്പെടുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞാൻ മാറി നിന്നത്. പെൺകുട്ടിയുടെ പ്രതികരണം കേട്ട പിതാവ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞു. മകളെ കാണാനില്ലെന്ന് പരാതി നൽകി. മകൾ രാഹുലിന്റെ കസ്റ്റഡിയിലാണെന്നും ഭീഷണിപ്പെടുത്തി പറയിപ്പിച്ച മൊഴിയാണിതെന്നുമുള്ള പിതാവിന്റെ ഇടറിയ വാക്കുകൾ കേരളം കേട്ടു. ഞങ്ങളെ പോലും സമ്മർദ്ദത്തിലാക്കി. അവളങ്ങനെ പറഞ്ഞത് ശരിക്കും സമ്മർദ്ദത്തിന് വഴങ്ങിയാണ്. വാർത്താ മാധ്യമങ്ങളിലൂടെ അവർക്ക് ഈ വിവരം കിട്ടിയിട്ടുണ്ടല്ലോ, ഇങ്ങനെ പരാതി കൊടുത്തതും ഞാൻ പറഞ്ഞതും ഒക്കെ. അതിനെ മറികടക്കാൻ വേണ്ടി പറഞ്ഞതാണ്, അത്രേ ഉള്ളൂ. അപ്പോഴും അവരുടെ കസ്റ്റഡിയിൽ നിന്ന് അവർ പറയിപ്പിക്കുന്നതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മാധ്യമങ്ങൾക്ക് മുന്നിൽ കരഞ്ഞു പറഞ്ഞ വാക്കുകൾ കേട്ട് കേരളം ഒന്നാകെ ആ പെൺകുട്ടിക്കൊപ്പം നിന്നിരുന്നു. പക്ഷേ ഒടുവിലെ മലക്കമർച്ചിലിൽ ആരാണ് മണ്ടന്മാരായതെന്നാണ് പൊതുസമൂഹം ചിന്തിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് അശ്വിൻ പാലാഴി, 24. പൊതുജനം കഴുതയല്ല സാർ.